ശ്രീ വിനോദ്, അപ്പോ താങ്കൾ, സാബു, കലാഭവൻ മണി, ജാഫർ ഇടുക്കി ഇത്രയും പേരിൽ താങ്കൾ കൊണ്ടുവന്ന ബിയർ കഴിച്ചില്ല, മറ്റുള്ളവർ അത് കഴിച്ചു. കലാഭവൻ മണിക്ക് സാബു അത് കഴിക്കാൻ പോയത് ഇഷ്ടപ്പെട്ടതുമില്ല, താങ്കൾ കൊണ്ടുവന്ന ഈ കുപ്പി എടുക്കാൻ പോയത് ഇഷ്ടപ്പെട്ടതുമില്ല. ബാക്കി വേറെ ഒരു ബിയറാണ് കലാഭവൻ മണി കഴിച്ചത്. അദ്ദേഹം ടിൻ ബിയറാ കഴിച്ചത്, ഒരു ചുമന്ന ടിൻ ബിയറാണ് അദ്ദേഹം. ഞാൻ പോരുന്നിടം വരെ 2 ടിൻ ബിയർ കഴിച്ചിട്ടുണ്ട്. വേറെ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അവിടെ കുറെ പേരുണ്ട്. എനിക്കിപ്പോ ആളെയൊന്നും എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഇവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളല്ല. അപ്പം എനിക്ക് ആകെ അറിയുന്നത് ജാഫറിനെ മാത്രമാണ് അറിയുന്നത്. ജാഫറിന്റെ കൂടെ ഞാൻ പോയി. പിന്നെ സോജൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെ റെന്നി ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ കൂടെ ജസ്റ്റ് ഞാൻ കോഴിക്കോട് പോകുന്ന വഴിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി. ഞാനൊരു 9 അവിടെ ചെത്തി. ഞാനൊരു 10 ഞാനും പോന്നു. അതിന് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ സാബും പോയി. അത് തൊട്ട് പറയാൻ ഞാനും പോന്നു. അല്ല, ഇതിനകത്ത് നിങ്ങൾ ഈ പുറമേ നിന്നുള്ള താരങ്ങളെല്ലാം കൃത്യമായി 5 മിനിറ്റ് ഇടപെട്ട് അവിടെ നിന്ന് പോയി. പക്ഷെ ഒരു പ്രശ്നം വിനോദ്, കേരളത്തിനും ലോകത്തിനും ഒക്കെ വളരെ സ്നേഹമുള്ള ഒരു താരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതെ 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 എന്ന് പറഞ്ഞാല് അത് നമുക്കും അറിയേണ്ട കാര്യങ്ങളാണല്ലോ. അതെ, അതിനകത്ത് താങ്കൾക്ക് എന്ത് സഹായം ചെയ്യാൻ സാധിക്കുമെന്നാണ് അറിയേണ്ടത്. അതായത് ഞാൻ ഏത് അന്വേഷണത്തിൽ എവിടെ വരെ ഞാൻ ഇന്നലെ വന്നിരുന്നു, ഇന്നലെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ഫർദർ ഏത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോൾ വിളിച്ചാലും ഞാൻ തരാനും തയ്യാറാണ്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ താങ്കളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ താങ്കളിൽ നിന്ന് അറിയേണ്ട ഒരു കാര്യം, ഈ 10:30 താങ്കൾ പോകുമ്പോൾ കലാഭവൻ മണി ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥ്യമുള്ള ഒരാളായി കുറെ തമാശകൾ പറയുന്നുണ്ട്. എന്താ പറയാ, നമ്മളത് പുള്ളി കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തൊക്കെ തമാശ പറയുന്നു, ആ തമാശ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ പോവാന്ന് പറയുമ്പോ ശരി നിങ്ങൾ പൊക്കോ, യാത്രയാക്കെ. പുള്ളി തന്നെ യാത്രയാക്കെ, കോഴിക്കോട് വരെ പോകാനുള്ളല്ലേ, പൊക്കോളൂ, കുറെ ജേർണി ആവുള്ളല്ലേ. അപ്പൊ സാബു പോയി. സാബുവിനെ പിന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവറിനെ കൂട്ടി വിട്ടു. തൊട്ട് പറയും എന്റെ ഡ്രൈവറുണ്ട്, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. ഓക്കെ, കൈ കൊടുത്ത് പിരിഞ്ഞു. ഓക്കെ, ഇനി എപ്പോഴും കാണാന്ന് പറഞ്ഞു, തിരിഞ്ഞു പോയി. ഓക്കെ, ശരി, അത് മനസ്സിലാവുന്നു. ഇത് നമ്മൾ പുറമേ നിന്നൊന്നും ചിന്തിച്ചു നോക്കുക ശ്രീ വിനോദ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ കലാഭവൻ മണി തൊട്ടടുത്ത ദിവസം ആശുപത്രിയിലാകുകയാണ്. ഒരു ദുരൂഹത താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ഒരു കാര്യം കൂടി, ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ഈ ക്ലോറോപൈറിഫോസ് എന്ന് പറയുന്ന ഒരിക്കലും ശരീരത്തിനകത്തേക്ക് എത്താൻ സാധ്യതയില്ലാത്ത ഒരു കീടനാശിനി കലാഭവൻ മണിയുടെ ശരീരത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെ വന്നിട്ടുണ്ടാകാം? അയ്യോ, അതാണ് ഞാൻ ഈ സാധനം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ ചാനലിൽ വരുമ്പോഴാണ് ഈ ക്ലോറോ എന്തോ സാധനം, എന്റെ പേരെന്താ പറഞ്ഞു? അതെ, ഒരു കീടനാശിനിയാണ്. ഓക്കെ, അത് എങ്ങനെ വന്നെന്നോ എങ്ങനെ ആണെന്നോ എനിക്കറിയില്ല. കാരണം ഞാൻ ആകെ കൂടി വന്ന ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും മാക്സിമം. ചിലപ്പോ വിനോദ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാം അവിടെ ഉണ്ട്. വിനോദ്, അതാണ് വിനോദിന് ചെയ്യാൻ പറ്റുന്നത്. വിനോദ് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടു എന്നല്ല എന്റെ ചോദ്യം, അല്ലെങ്കിൽ സമൂഹം അങ്ങനെ ആയിരിക്കില്ല ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, കലാഭവൻ മണി ഒറ്റയ്ക്ക് ഇതെടുത്ത് കുടിക്കുമോ എന്നുള്ളത് അന്വേഷിക്കണം. ഇത് ബാക്കി ആരെങ്കിലും കലാഭവൻ മണിക്ക് നൽകിയോ എന്നുള്ളത് അന്വേഷിക്കണം. അവിടെ ഉണ്ടായിരുന്നവർ നിങ്ങളാണ്. ബാക്കി ആരെങ്കിലും ആയിരിക്കാം ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിലേക്ക് സൂചന നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ അദ്ദേഹം ബിയർ കഴിച്ചിട്ടുണ്ട്, അദ്ദേഹം ടിൻ ബിയർ കഴിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അദ്ദേഹം എന്താ കഴിച്ചതെന്നോ ബാക്കി എന്താണ് അവിടെ നടന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതിന് ഞാൻ പിന്നെ ഏത് അന്വേഷണ കമ്മീഷൻ ആര് വിളിച്ചാലും ഞാൻ അവരുടെ അടുത്ത് പോകാൻ സഹകരിക്കാനും തയ്യാറാണ്. ശ്രീ വിനോദ്, ഈ കലാഭവൻ മണി ആശുപത്രിയിലായത് താങ്കൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ പിറ്റേ ദിവസം, അതായത് ഞാൻ അറിഞ്ഞില്ല. കാരണം പിറ്റേ ദിവസം ശിവരാത്രിയാണ്, ഞായറാഴ്ച. എന്റെ വീട് തിരുവല്ലയാണ്. അവിടെ ശിവരാത്രി ഉത്സവമായിരുന്നു. ഞാൻ തിരിച്ച് കോഴിക്കോട് വന്നിട്ട് ശനിയാഴ്ച ഞാൻ തിരിച്ച് ഇവിടെ പിന്നെ എന്റെ നാട്ടിൽ പോയി ശിവരാത്രി തിങ്കളാഴ്ചയാണ് ഞാൻ ഇങ്ങനെ സംഭവം അറിയുന്നത്. തിങ്കളാഴ്ചയാണ് ശിവരാത്രി, അതായത് ഞായറാഴ്ച രാത്രിയിലായിരിക്കാം ചില ഭാഗങ്ങൾ അത് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് താങ്കൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ശിവരാത്രിയുടെ തലേന്നൊരു കാവടി വിളക്കും അതൊക്കെ ഉണ്ട്. തിങ്കളാഴ്ച രാവിലെയാണ് അറിയുന്നത്. അപ്പൊ ഞങ്ങൾ രാത്രി ഉറക്കം വിളിച്ച് രാവിലെയാണ് ഇങ്ങനെ പറയുമ്പോൾ ഷോക്കായി പോയി. നമ്മൾ ഇന്നലെ കണ്ട ഒരു വ്യക്തി ഇന്നിപ്പോ ഇല്ലെന്ന് പറയുമ്പോൾ ഉള്ള ഒരു വിഷമമുണ്ടല്ലോ. അങ്ങനെ ഇല്ലാതായത് ഒരു കീടനാശിനി അകത്ത് ചെന്നിട്ടാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള സാഹചര്യം എന്താണ്? ഇന്നാണ് എനിക്കറിയുന്നത്. എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. ഏത് അന്വേഷണ കമ്മീഷൻ എവിടെ വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണ്. അല്ല ശ്രീ വിനോദ് വന്നതുകൊണ്ട് എന്ത് കാര്യം? വിനോദ് അല്ലല്ലോ ഇത് ചെയ്തത്. അപ്പോ ഇത് ചെയ്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. ആരായാലും ഏത് മെമ്പർ ആയാലും. ശ്രീ വിനോദ്, അവിടെ ആരൊക്കെയാണ്, എത്ര പേരുണ്ടായിരുന്നു എന്ന്
ഒന്ന് പറയാമോ, ഒന്ന് ഓർത്ത് പറയാമോ? ഞാൻ പറയാം. എന്റെ കൂടെ ഞങ്ങൾ പോയത് പിന്നെ ജാഫർ ഇടുക്കി, പിന്നെ സാബു, പിന്നെ സോജൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, പിന്നെ റെന്നി ജോസഫ്, ഞങ്ങൾ 5 പേരാണ് അവിടെ ചെന്നത്. അവിടെ ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ, പിന്നെ അദ്ദേഹത്തിന്റെ മാനേജർ പിന്നെ ജാഫർ കുറേ വിളിക്കുന്നുണ്ടായിരുന്നു, മണിച്ചേട്ടന്റെ ഫോണിൽ കിട്ടുന്നില്ല. ലാസ്റ്റ് അദ്ദേഹത്തിന്റെ മാനേജർ വിളിച്ചപ്പോഴാണ് പറഞ്ഞു 9 മണിക്ക് ശേഷം എത്താൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് തന്നെ അദ്ദേഹം വിളിച്ചിട്ട്. അപ്പൊ ഈ സോജൻ കുറെ ദിവസമായിട്ട് ഈ കഥ പറയാൻ വേണ്ടി, ഇദ്ദേഹത്തിന്റെ പടത്തിന് കഥ പറയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവിടെ കുറെ പേരുണ്ടായിരുന്നു. അതെ, അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? മദ്യം കഴിക്കുന്നു, ആഹാരം ഉണ്ടാക്കുന്നു, ഇതൊക്കെയാണ്. അല്ല, കുറെ ആൾക്കാർ, അപ്പം കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ കുറെ പുള്ളി അങ്ങോട്ട് മാറിക്കും ഇങ്ങോട്ട് മാറിക്കുമ്പോൾ കുറെ പേരെ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവരുടെ കഥ കേൾക്കാൻ വേണ്ടി പുള്ളി കഥയെല്ലാം കേൾക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ശ്രീ വിനോദ്, ഇവിടെ നമ്മുടെ അതിഥികൾ ഭാഗ്യലക്ഷ്മിയും ശാന്തികുള ദിനേശും ഒക്കെ ഉണ്ട്. അവർക്ക് അറിയേണ്ട, ഈ സോജൻ എന്ന് പറയുന്നത് ഒരു പുതിയ സംവിധായകനാണോ? അതാണോ? അദ്ദേഹം പുതിയ സംവിധായകനാണ്. പഴയ ഏതോ പടങ്ങളിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് പിന്നെ മണിച്ചേട്ടന്റെ ഒരു 3 പടം ചെയ്ത ആളാണ് എന്റെ പ്രൊഡ്യൂസർ എന്നും പറയുന്നുണ്ട്. ആരുടെ അസോസിയേറ്റ് ആണ് ഈ സോജൻ എന്നുള്ളത് അറിയാമോ? അയ്യോ, അത് എനിക്ക് ശരി. ഇപ്പോ ഈ ബിയറിന്റെ കാര്യത്തിൽ ഈ 4 കുപ്പി ബിയറാണ് താങ്കൾ കൊണ്ടുവന്നത്. അതിൽ 2 സാബ് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആൾ, ആദ്യമായിട്ട് കണ്ട ആളിന് 2 കുപ്പി ബിയറൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്? അല്ലല്ല, കൊടുക്കാന്നല്ല, നമ്മൾ പിന്നെ ഈ സിദ്ധാർത്ഥ ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുന്നുണ്ടായിരുന്നു. എന്താണ്? സിദ്ധാർത്ഥ ഹോട്ടലിൽ, സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ചാലക്കുടി സിദ്ധാർത്ഥ ഹോട്ടലിൽ നിന്നാണ് അങ്ങോട്ട് പുറപ്പെടുന്നത്. ശരി. ശ്രീ വിനോദ്, ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ സാബു ഇപ്പോ പറയുന്നത് ശരിയല്ലേ? എന്താണ് സാബു പറയുന്നത്? മദ്യം കഴിച്ചിട്ടില്ല, കലാഭവൻ മണിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പൊതുവെ പറയുന്നുണ്ടല്ലോ, അത് സത്യമല്ലേ? കഴിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, കഴിച്ചിട്ടുണ്ട്. അതിന്റെ അദ്ദേഹം എല്ലാരും കണ്ടിട്ടുണ്ട്, ഞാൻ മാത്രമല്ല എല്ലാരും കണ്ടിട്ടുണ്ട്. ശ്രീ കലാഭവൻ മണിയുടെ സഹോദരൻ പറയുന്നത് പോലെ അടിച്ചോഫായിരുന്നു സാബു. പുള്ളി അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മണിച്ചേട്ടന്റെ ഏതോ ഡ്രൈവർ, എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല, അദ്ദേഹത്തിന്റെ ഡ്രൈവറെ പീറ്റർ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നു പിന്നെ ട്രിവാൻഡ്രത്ത് നാളെ പരിപാടി ഉണ്ട്, അവനെ കൊണ്ടാക്കുന്നു പറയുന്നുണ്ട് അദ്ദേഹം. ഈ സാബു ഇതിൽ ജാഫർ ഇടുക്കിയെ മാത്രമല്ലേ താങ്കൾക്ക് അടുത്ത പരിചയമുള്ളൂ? സാബു, എനിക്ക് ജാഫറിനെ മാത്രമേ പരിചയമുള്ളൂ, ഞാൻ സാബുവിനെ അന്നാണ് പരിചയപ്പെടുന്നത്. ശരി, സാബുവിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു അവിടെ? സാബു ഓൾറെഡി ജാഫറായിട്ടുള്ള പരിചയം അപ്പോഴാണ് പരിചയപ്പെടുന്നത്. പിന്നെ മണിച്ചേട്ടൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എന്നാ ഞാനും കാണണ്ട, ഞാൻ കുറെ നാളായിട്ട് കാണണം വിചാരിച്ചു, നമുക്ക് പോകാൻ പോകേണ്ട അവിടെ പോയതാണ്. ശ്രീ വിനോദ്, ഇതൊന്നും അല്ല ചോദ്യം. നിങ്ങൾ അവിടെ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഈ 1.5 മണിക്കൂർ സമയം നിങ്ങൾ ഒന്നും കണ്ടില്ല, കേട്ടില്ല, പെട്ടെന്ന് ഒന്നും കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, അതിനകത്ത് അവിടെ നടന്ന സംഭവങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ വിടുന്നത് എന്നുള്ളത് ജനങ്ങൾ കാണും. ഒന്നും ഞാൻ വിടുന്നില്ല. ഞങ്ങൾ അവിടെ എത്തുന്നു, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, മണിച്ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ജാഫർ പരിചയപ്പെടുന്ന ഇന്ന ആൾക്കാരാണ്. അപ്പൊ സോജനും അവരവരുടെ കഥ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു മദ്യം കൊണ്ടുവച്ചു. അപ്പൊ അവർ കഴിക്കുന്നുണ്ട്, ഞാൻ മദ്യം കഴിക്കത്തില്ല, ഞാൻ ബിയറെ കഴിക്കത്തുള്ളൂ. ഞങ്ങള് ബിയർ കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തണുക്കാത്ത ടിൻ ബിയറാന്ന് പറഞ്ഞത്. അപ്പൊ ബിയർ അല്ലാത്ത മദ്യവും അവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാണ് കഴിച്ചത്? അത് അദ്ദേഹം കഴിച്ചിട്ടില്ല, അദ്ദേഹം ടിൻ ബിയർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് ബാക്കിയുള്ളവർ. അത് ആരൊക്കെയാണ് കഴിച്ചത്? ജാഫർ കഴിച്ചിട്ടുണ്ട്, പിന്നെ സോജൻ കഴിച്ചിട്ടുണ്ട്, റെന്നി ജോസഫ്, പിന്നെ പുള്ളിയുടെ കുറെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. എനിക്ക് ആരൊക്കെയാണെന്ന് ഇപ്പൊ പേരൊന്നും അറിയത്തില്ല, ആരെയും കണ്ടാലും അറിയത്തില്ല. അന്ന് ഞാൻ കണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് അവരൊന്നും അറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്ന ജാഫറിനെ മാത്രമാണ്. ശ്രീ കലാഭവൻ മണി അന്ന് കഴിച്ച ആഹാരവും മദ്യവും അല്ലെങ്കിൽ ബിയർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിനെ അപായപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ ഇപ്പൊ അനുമാനിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ അകത്തേക്ക് ചെന്നത്, ഈ കീടനാശിനി അകത്തേക്ക് ചെന്നത് ഇതുവഴിയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനുശേഷം നിർബന്ധപൂർവ്വം ആരെങ്കിലും കൊടുത്തതുമായിരിക്കാം. അതറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അദ്ദേഹം അവിടെ കഴിച്ച ആഹാരത്തിൽ നിങ്ങൾ കഴിച്ചതല്ലാത്തതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കലാഭവൻ മണി അവിടെ കഴിച്ചോ? ഞാൻ 10:30 സാബ് പോയതിന്റെ പുറകെ ഞാനും പോയി. ഞങ്ങൾ ലോങ് പോകേണ്ടതുകൊണ്ട് ഞങ്ങളും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പിരിഞ്ഞത് ജാഫർ, സോജൻ അവരൊക്കെ രാത്രി 11 മണി 12 മണിക്കാണ് പിരിഞ്ഞതെന്ന് ഇന്നലെ പോലീസ് സ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ശ്രീ വിനോദ് അല്പം മുമ്പ് പറഞ്ഞത് 10:30 താങ്കൾ പോയി, 5 മിനിറ്റ് ഇടവേളയിൽ മറ്റുള്ളവർ പോയി. ഇപ്പൊ പറയുന്നു അതല്ല, 1.5 മണിക്കൂറിന് ശേഷമാണ് മറ്റുള്ളവർ പോയത്. ആരും പോയിട്ടില്ല. ഞാൻ 10:30 പോയി. അത് കഴിഞ്ഞ് അവർ ലേറ്റായിട്ട് പോയെന്നുള്ള ഇന്നലെ സ്റ്റേറ്റ്മെന്റ് അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ മറ്റുള്ളവർ ആരൊക്കെയാണ് താമസിച്ചു പോയത്?
താമസിച്ചു പോയത് ജാഫർ, സോജൻ, റെന്നി, ജോസഫ്. അവിടെ കഥ പറയാൻ വേണ്ടി പോയ നിങ്ങൾ ഞാൻ കഥ പറയാൻ പോയിട്ടില്ല, എനിക്ക് കഥയില്ല. കഥയുള്ളത് സോജനാണ്. സോജനാണ്. സോജന്റെ പുതിയ പടമാണ്, മെയ് തുടങ്ങുന്ന പടമാണെന്നുകൊണ്ടാണ് കഥ പറയാൻ വേണ്ടിയാണ്. അത് കലാഭവൻ മണിയോട് പറയാൻ വേണ്ടിയാണ് പോയത്. അപ്പൊ പോയ വഴിക്ക് നിങ്ങൾ 1.5 മണിക്കൂർ നേരം ആ കഥയും കൂടെ കേട്ടിരുന്നവരാണ്. അല്ലല്ല, അതുവരെ കഥ പറഞ്ഞിട്ടില്ല. കഥ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറെ കോമഡി കഥകളും ഇങ്ങനെ പറഞ്ഞ് കഥ കേൾക്കാന്ന് പറഞ്ഞല്ലാതെ കഥ പറഞ്ഞിട്ടില്ല. അപ്പൊ പോകാൻ നേരത്താണ് ഇപ്പൊ കഥ കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഒഴിവാക്കുന്നത് പുള്ളി. ശരി, അത് 10:30 ശേഷമാണല്ലോ. അപ്പൊ 1.5 മണിക്കൂർ കഥയും കേട്ടിട്ടില്ല നിങ്ങൾ കലാഭവൻ മണിയുടെ 1.5 മണിക്കൂർ നേരത്തെ തമാശ ആസ്വദിക്കുക മാത്രമാണ് ഉണ്ടായത്. അത്രേ ഉള്ളൂ. അദ്ദേഹം നല്ല നല്ല വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. കഥ പഴയ അവർ ഗൾഫ് പ്രോഗ്രാമിന് പോയ കഥകള്, ജാഫറും ഇവരും കൂടെ ഒരുമിച്ച് ഗൾഫിന് പോയ കഥകൾ, അതൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കഥ ഇപ്പൊ പറയാമോ? അദ്ദേഹം പറഞ്ഞ ഒരു കഥ ഇപ്പൊ ഓർത്ത് പറയാമോ? അയ്യോ അതൊക്കെ അല്ല, അത്രമാത്രം നിങ്ങളെ അദ്ദേഹം ഏത് രീതിയിലാണ് അവസാന നിമിഷങ്ങളിൽ സന്തോഷപ്പെടുത്തിയത് എന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലല്ല, കുറെ തമാശകൾ പറയുന്നുണ്ടപ്പോ നമ്മൾ കേട്ട് ചിരിക്കാന്നല്ലാതെ ഒരു സെലിബ്രിറ്റി അടുത്ത് എനിക്ക് ഏതാ കഥയെന്ന് പോലും ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ശ്രീ കലാഭവൻ മണിയുടെ അവസാന നിമിഷങ്ങളിൽ താങ്കൾ ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട ഒരു ഭാഗ്യവാനാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യം ഓർക്കുന്നുണ്ടോ? അത് മാത്രമല്ല, ഈ അവസാന നിമിഷത്തിൽ ഒരു കേട്ട ഭാഗ്യവാൻ മാത്രമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അതിപ്പോ എനിക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ആകെ 1 മണിക്കൂറാണ് ഞാൻ അദ്ദേഹമായിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ആ 1 മണിക്കൂർ കൊണ്ട് എന്തൊക്കെയോ പറ്റിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉള്ളൊരു മനുഷ്യൻ. ശരി, 2 കുപ്പി ബിയർ സാബു കൊണ്ടുപോയി, ബാക്കി 2 കുപ്പി ബിയർ എന്താണ് സംഭവിച്ചത്? ഞാനും കൊണ്ടുപോയി. അവിടെ പോയി നിങ്ങൾ കൊണ്ടുപോയ ബിയർ അല്ലാതെ അവിടെ നിന്നൊന്നും നിങ്ങൾ ഉപയോഗിച്ചില്ല? ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ശരി, ഞാൻ ഈ കലാഭവൻ മണിയുടെ പാഡിയിൽ ഒരു അതിഥി എത്തിയാൽ അവിടെ നിന്ന് ഒന്നും തരാതെ നിങ്ങളെ വിടും എന്ന് കരുതേണ്ടതുണ്ടോ ശ്രീ വിനോദ്? നിങ്ങൾക്ക് എന്ത് തന്നു? അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കൊണ്ട് ചെന്ന് കഴിച്ചത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം അതൊരു വിഷമമല്ല, അതൊരു പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ലല്ലോ ഇവരെന്താണ് ഇവരുടെ സെലിബ്രേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് പോവാണ്. അപ്പോ ഇവരുടെ സെലിബ്രേഷൻ എന്താണെന്നും അറിയില്ല. ശ്രീ വിനോദ്, ഒരുപാട് ചോദ്യങ്ങൾ പലരും ഇവിടെയും ചോദിക്കുന്നുണ്ട്. വിനോദിനെയാണോ ഇഷ്ടപ്പെടാത്തത്, അതോ വന്ന വേറെ ആരെങ്കിലും ആണോ ഇഷ്ടപ്പെടാത്തത്? അവിടെ നിന്ന് ഒരാൾ എന്നെ ഇഷ്ടപ്പെടാതിരിക്കേണ്ടതോ അല്ല എന്നെ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു സെലിബ്രിറ്റി അല്ല. ആദ്യമായി അവിടെ പോയ താങ്കൾക്ക് കലാഭവൻ മണി എന്ത് തന്നാണ് സ്വീകരിച്ചത്, സൽക്കരിച്ചത്? അതിപ്പോ ആദ്യമേ റെസ്പെക്ട് ഉണ്ടല്ലോ, ഒരു മനുഷ്യനോട് റെസ്പെക്ട് കാണിക്കേണ്ട രീതിയിൽ ഞാൻ കഴിക്കൂല എന്നൊക്കെ പറഞ്ഞു നിന്നു. ഇപ്പൊ നമ്മളൊരു റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാളെടുത്ത് ഞാനിപ്പോ ഒരു സെലിബ്രിറ്റി എടുത്തിട്ട് ഞാൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊരു ഡിഗ്നിറ്റി ബാധിക്കുന്ന ഒരു ഇതല്ലേ. അതുകൊണ്ട് ഞാൻ മാക്സിമം പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി കാണിക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും കാണിക്കണമല്ലോ. ശ്രീ വിനോദ്, അത് താങ്കൾ കൊണ്ടുപോയ മദ്യം അല്ലെങ്കിൽ ബിയർ അവിടെ പോയി എടുത്ത് കഴിക്കുന്നതിനാണല്ലോ താങ്കൾ ഈ ഭവ്യത കാണിക്കുന്നത്, അല്ലാതെ അവിടെ നിന്ന് എന്ത് കിട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. കൊണ്ടുപോയല്ല, ഞാൻ ഇപ്പോഴും സാർ അത് മനസ്സിലായില്ല. അത് പോകുമ്പോൾ സാബു ഞങ്ങൾ ഇറങ്ങുമ്പോൾ 4 കുപ്പി ബിയർ മേടിച്ചു. 2 കുപ്പി ആയിരുന്നു, 2 കുപ്പി എനിക്ക് മണം കൊണ്ട് ഞങ്ങൾ മേടിച്ചതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ തണുക്കാത്ത ബിയർ. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്കിത് ഞാൻ തണുത്ത കടിക്കത്തുള്ളെന്ന് പറഞ്ഞപ്പോ തന്നെ അദ്ദേഹത്തിന് അതൊരു ഇഷ്ടപ്പെടാത്ത രീതിയായിട്ട് അവർ ബാക്കിയുള്ളവർ പറഞ്ഞു, ജാഫർക്ക് പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതുകൊണ്ട് എനിക്കൊരു പേടി, കാരണം ഇത് എന്താണെന്നുള്ള അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ രീതി എന്താണോ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ സ്ഥലത്ത് പോയത്. ശ്രീ വിനോദ്, ഇപ്പോ അവിടെ എന്തൊക്കെയാണ് കഴിക്കാനുണ്ടായിരുന്നത്, കുടിക്കാനുണ്ടായിരുന്നത് എന്ന് തന്നെയാണ് നമ്മളിപ്പോ അന്വേഷിക്കുന്നത്. അവിടെ ഇപ്പോ താങ്കൾ കൊണ്ടുപോയ 4 ബിയർ, അതിൽ 2 സാബ് കൊണ്ടുപോയി, 2 താങ്കളും കൊണ്ടുപോയത് ഒഴിച്ചാൽ അവിടെ പിന്നെ ഒന്നുമില്ലായിരുന്നോ? കലാഭവൻ മണിയുടെ പാഡിയിൽ ആഹാര പദാർത്ഥങ്ങളായും കുടിക്കാനായിട്ടുണ്ടായിരുന്നതും എന്താണ് എന്ന് താങ്കൾ കണ്ടത് താങ്കൾക്കൊന്ന് പറയാമോ ശ്രീ വിനോദ്? അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചാൽ പോരാന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ഫുഡാണ് ഇതൊന്നും താങ്കൾക്ക് അറിയില്ലേ? ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെന്നല്ലാതെ പറഞ്ഞു. ഞാനിപ്പോ ഒരിടത്തോട്ട് ചെന്നിട്ട് എന്ത് ഫുഡാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാനുള്ള അത്രയ്ക്കുള്ള ഒരു എനിക്കില്ല. അതുകൊണ്ടാണ് താങ്കൾ പിന്നീട് ഈ സംഭവം ഉണ്ടായതിനു ശേഷവും താങ്കളുടെ സുഹൃത്തുക്കളോടും ജാഫർ ഇടുക്കിയോടും ഒക്കെ വിളിച്ച് ചോദിച്ചില്ലേ അവിടെ എന്താണ് പരിപാടി? ഫോൺ എടുക്കുന്നില്ല, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, ഫോൺ പിക്ക് ചെയ്യുന്നില്ല. സാബുവിനെ വിളിച്ചോ?
സാബു ഉണ്ടായിരുന്നല്ലോ ഇന്നലെ അവിടെ. സാബു എന്താണ് പറഞ്ഞത്? സാബു പിന്നെ വന്നു, കുറച്ചു നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. പിന്നെ സാബുവിനെ അവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു ഒരു 2 മണിയാകുമ്പോഴത്തേക്ക്, ഞാൻ നേരത്തെ നിന്നിരുന്നു, 10 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. 10 മണി, സാബു 11 മണി 12 മണിയപ്പോഴാണ് വന്നത്. അപ്പൊ എന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഞാൻ ഇരുന്നപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സാബുവിനെ അവിടെ ഇരുത്തിയിട്ടു. ഞാൻ സാബുവിനെ താങ്കൾ വിളിച്ചില്ലേ? പിന്നെ ഇല്ലില്ല, എനിക്ക് എന്റെ വിളിക്കേണ്ട കാര്യം, എനിക്ക് സാബുവിനെ അന്ന് പരിചയപ്പെട്ടതാണ്. ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു. എന്റെ ഡീ ഫ്രണ്ട് ഒന്നുമല്ല സാബു. ഒരു ചോദ്യം കൂടി ശ്രീ വിനോദ്, ഈ ഘട്ടത്തിൽ താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നത് താങ്കളുടെ ഭാഗത്ത്? ഇല്ലല്ല, ഇതിനകത്ത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. എന്തിനും ഞാൻ തയ്യാറാണ്. എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടേ ഇല്ല. കാരണം എന്ന് പറഞ്ഞാല് ലോകം ആരാധിക്കുന്ന പോലെ ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്ന വ്യക്തി. കലാഭവൻ മണിക്ക് അന്ന് രാത്രി താങ്കൾ 10:30 അവിടെ നിന്ന് പോയതിനു ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ശ്രീ വിനോദ്, ഞാൻ പറയട്ടെ. പിറ്റേ ദിവസം രാവിലെ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട ഡോക്ടർ സുമേഷ് അദ്ദേഹത്തെ പരിശോധിക്കുന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് മുഖവിലേക്ക് എടുക്കാവുന്ന ചില കാര്യങ്ങൾ. ഇതിനിടയ്ക്കുള്ള മണിക്കൂറുകളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത? അല്ല, അതാണ് എനിക്ക് പറയേണ്ടത്. എനിക്കിപ്പോ ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം മെമ്പറോ അല്ല സ്ഥിരം വരുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ആകെ വന്ന ആ ഒരു സ്ഥലമായിട്ട് എനിക്ക് ആകെയുള്ള ബന്ധം ഒരു മണിക്കൂറത്തെ ബന്ധമാണ്. പക്ഷേ അവിടെ ആ 1 മണിക്കൂർ നേരം താങ്കൾ അവിടെ കണ്ട ഒരു അന്തരീക്ഷം അവിടെ പലരും സാധ്യതയുള്ളതാണോ? കുറെ ആൾക്കാരുണ്ട്. ആരൊക്കെയോ പുള്ളിയുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ മാനേജർ ഉണ്ടായിരുന്നു, ജോബി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാനേജർ. ജോബി മാനേജർ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കുറെ നേരം അങ്ങോട്ട് പോയി. കുറച്ച് അദ്ദേഹം ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്തിയതാണ് മാനേജർ ജോബി പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചാലല്ല, ഈ കലാഭവൻ മണിക്ക് അവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ അപായപ്പെടുത്തുന്ന രീതിയിൽ ആഹാരം കലാഭവൻ മണിക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ദ്രാവകങ്ങൾ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിലേക്ക് കലർത്താൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷം അവിടെ ഉള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതെനിക്ക് എന്ന് പറഞ്ഞാല് നേരത്തെ പോയി ഞാൻ അവിടെ സ്ഥിരം ഒരു മെമ്പർ ആണെങ്കിൽ ഒരാളെ എനിക്ക് മനസ്സിലാവും. ഞാൻ ആരെയും കണ്ടിട്ട് ഇന്നലെ തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ കുറെ ആൾക്കാരെന്നെ കാണിച്ചു. ഇവരൊക്കെ മുഖപരിചയം പോലും എനിക്കില്ല അവിടെ ചെന്നായിട്ട്. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സാർ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോകത്തിലെ എല്ലാ ആൾക്കാരുടെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. ഇതെന്താണ് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്നുള്ള. അതിന് എവിടെ വേണമെങ്കിലും ആര് വിളിച്ചാലും എപ്പോ വരാനും ഞാൻ തയ്യാറാണ്. എന്തായാലും താങ്കൾ അന്ന് കണ്ട കലാഭവൻ മണി പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിലാകേണ്ട ആളല്ല. അദ്ദേഹം നല്ല ഞാൻ പറയുന്നത് എന്താ പറയാ, സിനിമയിലൊക്കെ കാണുന്ന പോലെ മീശയൊക്കെ പിരിച്ച്, ഞാൻ കണ്ടത് അങ്ങനെയാണ്. മീശയൊക്കെ പിരിച്ച് കുറിയൊക്കെ തൊട്ട് കാതിലൊക്കെ കുറിയൊക്കെ തൊട്ട് നമ്മളൊരു ആരാധന ഉണ്ടല്ലോ ഒരു മനുഷ്യനോട്, അതേ സ്ഥലം ഇരുന്ന ആ വ്യക്തിയാണ്. ശ്രീ വിനോദ്, താങ്കൾ ആദ്യമായി കലാഭവൻ മണി എന്ന താരത്തെ കാണുകയായിരുന്നു. അപ്പോ സാധാരണ ഈ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക. ഇല്ല, അത് ഫോട്ടോ ഒന്നും എടുക്കുക, ഫോട്ടോ അങ്ങനെയുള്ള നമ്മൾക്ക് ഒരാളുടെ പെർമിഷൻ എല്ലാം എടുക്കാൻ പറ്റുമോ സാർ? അതൊക്കെ സാധിക്കുന്നതാണ് വേണമെങ്കിൽ. അല്ല, അതെല്ലാം എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനൊരു എടുത്തില്ല. കാരണം അതിപ്പോ എടുക്കേണ്ടതായിരുന്നു. അതാണിപ്പോ പറ്റിയ അബദ്ധം. എടുത്തു വെക്കേണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടോ അവിടുത്തെ? ഇല്ല സാർ, ഞാനുള്ളിടത്തോളം എന്റെ മൊബൈലിലും ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആരെങ്കിലും എടുത്തോന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇവർക്ക് കഥ പറയണമെന്നുള്ള ഒരു മെന്റാലിറ്റി നിൽക്കുമ്പോ നമ്മളെ ഒരു അവോയ്ഡിങ് ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് എനിക്ക് ദൂരം പോകാനുള്ളതല്ല എന്നൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞ ശരി പോകാന്നുള്ള. അപ്പൊ അങ്ങനെ അവർക്ക് കഥ പറയാൻ വേണം, നമ്മളെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിരിക്കുമ്പോ ഒരു സിനിമയുടെ കഥ പറയുമോ ആൾക്കാർ? ഒരു പറഞ്ഞപ്പോ ഞാനും പറഞ്ഞു പോവാം എന്ന്, ഞങ്ങൾ പോവാന്നുള്ള രീതിയിൽ അറിയാം. അന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല, ഞങ്ങൾ പോകുന്ന വഴി കഴിച്ചോളാം. ശരി, ഇതിനകത്ത് താങ്കൾ പറഞ്ഞതിനകത്ത് ആകെ നമുക്ക് ഒരു അസ്വസ്ഥത അവിടെ തോന്നിയത് ഈ സാബു ബിയറിന്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു കാര്യം ശ്രീ കലാഭവൻ മണിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം എന്തുകൊണ്ടാ പറയാന്ന് എനിക്കറിയില്ല. അതല്ല ശ്രീ കലാഭവൻ മണി അതിനെന്താണ് പറഞ്ഞത്? ദേഷ്യപ്പെട്ടോ? അല്ല, ദേഷ്യപ്പെട്ടെന്നല്ല. പുള്ളിയുടെ അവിടെ പുറമേ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു പുള്ളിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളല്ല കേട്ടോ, പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്ന് കഴിക്കാന്ന് പറയുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എന്ന് അവിടെ ടോക്ക് വന്നല്ലേ ഉള്ളൂ. അല്ലാതെ കലാഭവൻ മണി ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, പുള്ളിയുടെ മുഖത്തത് പിന്നെ ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ ബാക്കിയുള്ള ആൾക്കാരെ പറയുന്നത്. പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുന്നതല്ല. പുള്ളി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് മേടിപ്പിക്കുന്ന ആളല്ല. അത് മോശമാണെന്നുള്ളത് പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഒരു വർത്തമാനം ഉണ്ടല്ലോ, അത് അയാൾ പറഞ്ഞെന്നുള്ളതല്ലാതെ മണിച്ചേട്ടനായിട്ട് കൊണ്ടുവന്നത് മോശമായെന്നും പറഞ്ഞില്ല. പുള്ളി ബിയർ കഴിച്ചു. എന്തായാലും ആ ബിയർ ജാഫർ പറഞ്ഞപ്പോ കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന് വിനോദിന് തോന്നിയപ്പോ? ഇപ്പം തോന്നുന്നില്ല.
ജാഫർ ഈ ബിയറിന് വേണ്ടി മാത്രം വിനോദിനെ വിളിച്ചു വരുത്തുമായിരുന്നു? അല്ല, അങ്ങനല്ല. ഞാൻ പോകുന്ന വേയിൽ അവിടെ കയറി ഒരു ബന്ധം എന്നുള്ള, ഞാൻ പണ്ട് തൊട്ടത് ഞാൻ ആ ഒരു ബന്ധത്തിലാണ്. അത് ജാഫർ സിനിമയിൽ വരുന്നതിന് മുന്നുള്ള ബന്ധമാണ്. അപ്പൊ അതിൽ ആ ഒരു ബന്ധം എന്റെ കോഴിക്കോട് വരുമ്പോ എന്നെ വിളിക്കാറുണ്ട്, കാണാറുണ്ട്, ഇവിടെ ഷൂട്ടിങ്ങിന് വരുമ്പോ കാണാറുണ്ട്. അങ്ങനെ ഒരു ബന്ധം. ഞാൻ ഇങ്ങനെ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് എറണാകുളത്ത് വെറുതെ വിളിച്ചപ്പോ ഞാൻ ചാലക്കുടി നിൽക്കാന്ന് പറഞ്ഞു. ചിലപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടാവും, എന്നാ കാണാൻ പറ്റുമെങ്കിൽ കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാ. ഇപ്പോ ഏതെങ്കിലും തരത്തിൽ താങ്കൾ കൊണ്ടുവന്ന ബിയർ കലാഭവൻ മണി കഴിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും കഴിച്ചിട്ടില്ല. അത് എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയാൻ തയ്യാറാണ്. അല്ല, അങ്ങനെ ഒരു പ്രചരണമെങ്കിലും ഉള്ളതായി ഞാനിപ്പോ കേട്ടു. എവിടെയാണ് കേട്ടത്? ഞാൻ ഏത് ചാനലിൽ പറഞ്ഞായിട്ട് എന്നെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞത് ജാഫറിന്റെ സുഹൃത്തുണ്ടെന്ന് ബിയർ കഴിച്ചെന്നും പറഞ്ഞു. ആ കാര്യത്തിൽ ഒരു അന്വേഷണം കാര്യമായി വേണ്ടി വരും. അല്ല, ഞാൻ അതിന് എവിടെ വേണേലും വന്ന് പറയാൻ തയ്യാറാണ് സാർ. ഈ ബിയർ എവിടെ നിന്നാണ് വാങ്ങിച്ചത് ശ്രീ വിനോദ്? സിദ്ധാർത്ഥ ഹോട്ടലിൽ നിന്ന്. ഒരു നിമിഷം ലൈനിൽ തുടരുക. ശ്രീ ശാന്തിവിള ദിനേശ്, താങ്കൾ എന്താണ് ഈ കാര്യത്തിൽ എനിക്ക് ഇത് മൊത്തം കൺഫ്യൂഷൻ തോന്നുന്നു. കാരണം ഈ വിനോദ് പറയുന്നു വിനോദ് 2 കുപ്പി കൊണ്ടുപോയി, സാബു 2 കുപ്പി കൊണ്ടുപോയി, പിന്നെ അവിടെ കഴിച്ചു എന്ന് എങ്ങനെ പറയണേ? ശ്രീ വിനോദ്, അതാണ് ആ കണക്ക് നേരത്തെയും ശരിയാവില്ല. പിന്നെ വേറൊരു കാര്യം, രാത്രി 12 മണിക്ക് ശേഷമാണോ സിനിമയ്ക്ക് കഥ പറയാൻ പോകുന്നത്? അതും എങ്ങനെ? കോഴിക്കോട്ടേക്ക് പോകേണ്ട ആളും തിരുവനന്തപുരത്തേക്ക് പോകേണ്ട സാബു, ചാലക്കുടിയിലുള്ള മറ്റേ ജാഫറും, ഇങ്ങനെയൊക്കെയാണോ സിനിമയ്ക്ക്? വിനോദ്, ഇപ്പൊ താങ്കൾ പറഞ്ഞ കഥ തന്നെ ഒരു സിനിമയ്ക്കുള്ള വകയാണെന്നാണ് ശ്രീ ശാന്തിവിള ദിനേശ് പറയുന്നത്. അല്ല, 12 മണിക്ക് ശേഷമല്ല സാർ. 12 മണിക്ക് ശേഷമല്ല, 9 മണിക്ക് ഞങ്ങൾ എടുത്ത്. ഞാൻ 10:30 പോയി. അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി ഇവര് ഉച്ച തൊട്ട് അവിടെ വന്ന് വെയിറ്റിംഗ് ആണ്. ഈ ഇപ്പൊ വീണ്ടും ഒരു സംശയം വന്നത്, ഈ 4 കുപ്പി 2 സാബു കൊണ്ടുപോയി, 2 താങ്കളും കൊണ്ടുപോയെങ്കിൽ അവിടെ കഴിച്ചതെല്ലാം വേറെ അവിടുത്തെ തന്നെയാണെന്നാണ്. അല്ല, മൊത്തം 6 കുപ്പി ബിയർ ആ സിദ്ധാർത്ഥ ഹോട്ടലിൽ നിന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൊത്തം എത്ര കുപ്പിയാണ്? മൊത്തം 6 കുപ്പി ഹോട്ടലിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലല്ല, അത് നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്. ഇപ്പൊ 4 കുപ്പി കൊണ്ടുവരാൻ 2 കുപ്പി ഉണ്ടെന്ന് പറയാം. 6 കുപ്പിയാണ് മേടിച്ചത്. അത് സിദ്ധാർത്ഥ ഹോട്ടലിൽ നിന്നാണ് മേടിച്ചത്. പോലീസ് സ്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2 കുപ്പിയാണ് അവിടെ എടുത്തത്. 2 കുപ്പി ഞാനും കൊണ്ടുപോയി, 2 കുപ്പി സാബും കൊണ്ടുപോയി. ആ ചോദ്യമായിരുന്നു എനിക്ക് ചോദിക്കേണ്ടിരുന്നത് നേരത്തെ. അത് ആ കണക്ക് തെറ്റിയത് കൊണ്ടാണ്. ആ 2 കുപ്പി അവിടെ കൊണ്ടുവന്നത്. 2 കുപ്പി എടുത്തെന്നുള്ള പറഞ്ഞ പിന്നെ 4 കുപ്പി എനിക്ക് ഇങ്ങനെ സാർ കണക്ട് ചെയ്ത് തന്നാലേ എനിക്ക് പറയാൻ പറ്റത്തില്ല. ശരി ശ്രീ വിനോദ്, ആ 2 കുപ്പി അവിടെ എടുത്തത് എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത്? കഴിച്ചതല്ലേ? അതെ, അത് ആര് കഴിച്ചു? ഞാനും കഴിച്ചു, പറഞ്ഞാൽ സാബും കഴിച്ചു. സാബു 2 കൊണ്ടുപോയി വീണ്ടും കഴിച്ചു. ഈ 1 അല്ലല്ല ഇവിടെ വീണ്ടും കഴിച്ചു. സാർ ഞാനൊരു വ്യക്തമായിട്ട് പറയട്ടെ. 6 കുപ്പി മേടിച്ചതിനകത്ത് 2 കുപ്പി അവിടെ എടുത്തു. അതിലൊന്ന് ഞാൻ കഴിച്ചു, ഒന്ന് സാബുവും കഴിച്ചു. പോകുന്ന നേരത്തെ 2 കുപ്പി സാബു വണ്ടിക്കകത്തിട്ടുണ്ട് പോയി. 2 കുപ്പി എന്റെ വണ്ടിയിലുണ്ടാവും. ഞാനും തിരിച്ചു പോകുന്നു. ഒരു പരിചയമില്ലാത്ത ഇയാളുടെ മധ്യ അയാളെ എങ്ങനെ കൊണ്ടുപോകണേ? ഈ 2 കുപ്പി ബിയർ നിങ്ങൾ കൊണ്ടുപോയത് അവിടെ കഴിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറയാം ഒരു പരിചയമില്ലാത്തല്ല. അത് സാബു മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചതാണ്. ഒരു പരിചയമില്ലാത്ത ആളല്ല. ഞാൻ അവിടെ വെച്ച് വന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ മേടിച്ചാണ് പുള്ളിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചപ്പോഴാണ് ഇങ്ങനെ മണിച്ചട്ടം വിളിച്ച് പോവാൻ പോകാണ്ട് ജാഫർ പറയുന്നത്. അങ്ങനെ 9 മണിക്കാണ്. ശ്രീ വിനോദ്, ഒന്നുകൂടി ചോദിക്കട്ടെ. അതായത് ശ്രീ സാബുവിനെ നിങ്ങൾ നേരത്തെ സിദ്ധാർത്ഥ ഹോട്ടലിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. അവിടെ വെച്ച് തന്നെ നിങ്ങൾ ഒരുമിച്ച് ബിയർ കൊണ്ടുപോകാൻ കണക്കാക്കിയൊക്കെ വാങ്ങിച്ചിരുന്നു. അതിനുശേഷമാണ് കലാഭവൻ മണിയുടെ വീട്ടിലെത്തിയത്. അതായത് സാബുവുമായി നേരത്തെ നിങ്ങൾക്ക് പരിചയമുണ്ട്? പരിചയമില്ല, അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. ശരി, ആ ദുരൂഹതകളൊക്കെ വരുന്ന ദിവസങ്ങളിൽ മാറട്ടെ. ഞാൻ തിരിച്ചു വരാം. ശ്രീ വിനോദ്, ദയവായി ലൈനിൽ തുടരുക. നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയിൽ ഈ സംശയങ്ങളെല്ലാം തീരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വിനോദ് വളരെ കൃത്യമായി തന്നെ. അല്ല, ഞാനത് പറയാം. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറപ്പെടാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന്റെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു 9 മണിയാകുമ്പോഴത്തേക്ക് മണിക്കാട്ടിന് പാടിയിലുണ്ടാവും, അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ. ആരെ വിളിച്ചു പറഞ്ഞു? ജാഫറിനെ വിളിച്ചിട്ട് ജോബി വിളിച്ച് പറയുന്നു. ജോബി എന്ന് പറഞ്ഞ മാനേജർ വിളിച്ച് പറഞ്ഞു ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് മണിച്ചേട്ടൻ അവിടെ ഉണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ എന്ന് പറയുമ്പോഴാണ് ഈ ഡൈവേർഷൻ ആവും. ശ്രീ വിനോദിന് ആരെങ്കിലും സംശയമുണ്ടോ? ശ്രീ വിനോദിന് ഇതിൽ ദുരൂഹത ഉണ്ടെന്ന് അഭിപ്രായമുണ്ടോ? എനിക്ക് ഇപ്പൊ ആരും അറിയില്ല സാർ. അത് അവിടുത്തെ ആരും അറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് ജാഫറിനെയാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സാധനം. ഇപ്പൊ വഴി വെച്ച ഒരാളെ പരിചയപ്പെട്ടു, അയാളുടെ സെലിബ്രിറ്റിയാണ് സാബ്. അപ്പൊ നമ്മള് കാണുമ്പോൾ പരിചയപ്പെടും, ഒരു സെലിബ്രിറ്റി അല്ലേ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പരിചയപ്പെട്ടു. ആ ഒരു കമ്പനി
അങ്ങനെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തെന്നല്ലാതെ എനിക്ക് അദ്ദേഹത്തെ ശ്രീ വിനോദ് ഇപ്പൊ കഴിഞ്ഞ 24 മണിക്കൂറായി സാബു എന്ന ടെലിവിഷൻ അവതാരകന്റെ പേരിൽ ഒരുപാട് വാട്സാപ്പിലൊക്കെ കഥകൾ വരുന്നു. കാണുന്നുണ്ട് ദുരൂഹതകൾ കുറെ ഉണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. അത് സാബു നിഷേധിക്കുകയും ചെയ്യുന്നു. അത് താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാബുവിന്റെ ഒരു ഇടപെടൽ എന്ത് തോന്നുന്നു? ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം അവിടെ വന്നതാണ്. അതായത് ഈ ചാലക്കുടി സ്റ്റേഷനിൽ അദ്ദേഹം അവിടെ എത്തി. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞ ശേഷമാണ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് കുറെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ പൊക്കോളും കൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഇരിക്കുകയും ചെയ്തു, ഞാൻ പോരുകയും ചെയ്തു. ഈ സാബുവിന്റെ പേരിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അവിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇത് എന്താണെന്നുള്ള സത്യാവസ്ഥ എനിക്കറിയാം. അപ്പൊ ഒരാളെ നമ്മളിപ്പോ എന്തും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അതൊരു അയാൾ എന്ത് ചെയ്തോന്നുള്ളതും നമുക്കറിയില്ല, അയാൾ ചെയ്തോന്നും അറിയത്തില്ല. അയാൾ ചെയ്യാനെനിക്ക് എന്റെ കാരണം അയാൾ 10 രൂപ അയാളുടെ മനുഷ്യന്റെ ഡ്രൈവറാണ് അയാളെ കൊണ്ടുവിട്ടത്. സാബുവിന് അതിനുള്ള എന്തെങ്കിലും സംസാരത്തിൽ കലാഭവൻ മണിയോട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളതായി തോന്നിയോ താങ്കൾ? ഒരു സാധ്യത കാണുന്നത്, കാരണം അദ്ദേഹം നല്ല ഒന്നാന്തരം അത്യാവശ്യം നല്ല സ്വഭാവത്തോടല്ലായിരുന്നു സാബു. പിന്നെ സ്വബോധത്തിലല്ലായിരുന്നു സാബു. അല്ല, അതുകൊണ്ടാണല്ലോ ഡ്രൈവറെ കൂട്ടി വിട്ടത്. ഈ ഒരു ബിയർ കഴിച്ചിട്ടാണോ സുബോധം ഇല്ലാതായത്? അല്ല, നേരത്തെ കഴിച്ചിട്ടുണ്ട്, അദ്ദേഹം നേരത്തെ കഴിച്ചിട്ടുണ്ട്. അതായത് രാമകൃഷ്ണൻ പറയുന്നു അടിച്ച് വീലായിരുന്നു എന്നാ പറയണേ ഈ സാബു. അല്ല ശ്രീ വിനോദ്, താങ്കൾക്ക് ആ കഥ അറിയാമെന്നുള്ളത് കൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. സാബു ഇത്രമാത്രം അന്ന് ഈ അടിച്ച് ഓഫ് ആകുന്ന രീതിയിലേക്ക് എപ്പോ എവിടെ വെച്ചൊക്കെ കഴിച്ചു? അദ്ദേഹം ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അത് ബിയർ മാത്രമായിരുന്നില്ല? അതെനിക്കറിയത്തില്ല, ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ പോയിട്ടില്ല. അപ്പൊ താങ്കളെ അവിടെ വെച്ച് പരിചയപ്പെടുമ്പോഴേ സാബു ഈ അടിച്ച് ഓഫ് ആയിരുന്നു? സാബു ജാഫറിന്റെ റൂമിൽ വരുന്നു, കൈ കൊടുക്കുന്നു, ഇക്കാനിക്കുന്നു, വൈകുന്നേരം പോകാണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ റൂമിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ അവരൊക്കെ എല്ലാവരുടെ റൂമിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ ജാഫറിന്റെ റൂമിൽ തന്നെ ഇരിക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞു. ഇവരെ ഞങ്ങൾ 8:30 ആകുമ്പോൾ എല്ലാവരും കൂടെ പിരിയാന്ന് പറയുമ്പോഴത്തേക്കാണ് ജാഫർക്ക് എന്നെ ഫോൺ വരുന്നു. ജോബി വിളിച്ചിട്ട് പറഞ്ഞു 9 മണിയാകുമ്പോഴത്തേക്ക് മണിച്ചിട്ട്. ശരി, അതല്ല എന്റെ ചോദ്യം, അതല്ല. താങ്കൾ സാബുവിനെ ആദ്യം കാണുമ്പോ സാബുവിന് അത്ര പൂർണ്ണ ബോധാവസ്ഥയിലല്ല, അദ്ദേഹം ഈ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു. അല്ല, സാബു ഓൾറെഡി ഇറങ്ങുമ്പോഴേ തന്നെ നല്ല അടിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്. അത് കുറച്ച് കണ്ടീഷൻ മോശമായിരുന്നു. കണ്ടീഷൻ മോശമല്ല, മദ്യപിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ അവിടെ വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ വണ്ടി ഓടിച്ചു പോകേണ്ട പോലീസ് ചെക്കിംഗ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ തന്നെയാണ് ഡ്രൈവർക്ക് കൂട്ടിവിട്ടത്. അവിടെ വന്നതിന് ശേഷം വീണ്ടും മദ്യം കഴിക്കുകയായിരുന്നു, താങ്കളുടെ ബിയർ കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും അദ്ദേഹം കൂടുതൽ മോശമായത്. അദ്ദേഹം മേടിച്ച ബിയറാണ്. അദ്ദേഹം ഞാനിവിടെ മേടിച്ച ബിയറാണ്. അപ്പൊ അദ്ദേഹം എന്റെ വണ്ടിക്കകത്ത് വെച്ചിരുന്നുള്ളതല്ലാതെ, അപ്പൊ എന്റെ വണ്ടിക്കകത്താണ് ബാഗിലെടുത്ത് വെച്ചത്. അതിനകത്ത് എന്റെ വണ്ടി തന്നെ അതേ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് 2 ബിയറാണ് എന്റെ വണ്ടിക്കകത്ത് വെച്ചിരുന്നു. ഈ ആദ്യമായി കണ്ട ആളുകൾ ആയ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്താണ് ഇത് വാങ്ങിയത്? അതെ അതെ അതെ. ഞാൻ ദയവായി അങ്ങയിലേക്ക് വരാം. ശ്രീ ശാന്തിവിള ദിനേശ്, നിങ്ങളുടെ ചലച്ചിത്ര കുടുംബത്തിലെ ഒരു അംഗമാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്, സിനിമ കഥ കേൾക്കാൻ ഇരുന്നു കൊടുത്തത്, ഇതുപോലെയുള്ള അതിഥികളെ സ്വീകരിക്കാൻ ശ്രമിച്ചത്, അതിനെ തുടർന്ന് അദ്ദേഹം കാണിച്ച മനുഷ്യത്വം, ഇതെല്ലാം അദ്ദേഹത്തിന് തന്നെ വിനയാകുന്നു എന്നിപ്പോൾ പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക്. ഇതിനൊന്നും ഒരു കൃത്യതയില്ല. പോയവർക്ക് കൃത്യമായി അവിടെ വന്ന ആളുകളെ അറിയില്ല, അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധമില്ല, അവിടെ എന്തും സംഭവിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണോ സിനിമയിലെ കഥ കേൾക്കൽ സംസ്കാരം, അതോ കലാഭവൻ മണിയുടെ മാത്രം കഥയാണോ ഇത്? ഒരിക്കലും അല്ല, ഇത് കലാഭവൻ മണിയുടെ മാത്രം കഥയായിരിക്കാം. കാരണം എന്താ, ഒന്നാമത് മലയാള സിനിമയിൽ ഒന്നുമല്ലാത്ത ജാഫർ ഇടുക്കി, അയാൾ സിനിമയ്ക്ക് കഥ പറയാനായിട്ട് കലാഭവൻ മണിയെ കാണാൻ രാത്രി ബിയർ കുപ്പിയായിട്ട് ചെല്ലുന്നു. എത്ര കഥകൾ ഇതുവരെ ജാഫർ ഇടുക്കി, എനിക്കറിയില്ല. ഈ പറഞ്ഞ മറ്റൊരു സംവിധായകന്റെ പേര് പറഞ്ഞു, അദ്ദേഹവും കൂടെയാണ് പോയത്. ഒരു സഹസംവിധായകൻ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ പോകുന്നത് അടിച്ച് വീലായിട്ട് കഥ പറയാൻ. അതാണ് ഏറ്റവും പിന്നെ ദയനീയ അവസ്ഥ. നാണക്കേടല്ലേ? ഒരാള് സിനിമ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണോ? ആദ്യമായിട്ട് മണിയോട് കഥ പറയാൻ പോകുന്ന ആളെ അടിച്ച് വീലായിട്ട് കലാകാരനാവുന്നത് എങ്ങനെയാണ് അയാൾ ഒരു സംവിധായകൻ? പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട സ്വബോധമില്ലാത്ത ഒരുത്തനി ബിയറുമായിട്ട് കോഴിക്കോട്ടേക്ക് പോകാൻ പോകുന്ന ഒരുത്തനി കൂട്ടിയാണ് കഥ പറയാൻ. ശ്രീ വിനോദ്, അത് എന്തൊരു കഥ പറച്ചിലാണ്? കഥ പറയുകയാണെങ്കിൽ കൃത്യമായി ബോധമുള്ള സമയത്ത്, പകൽ സമയത്ത് കലാഭവൻ മണിയെ അദ്ദേഹത്തിന്റെ ഒരു രാത്രി 10 മണിക്ക് ശേഷം അല്ലാത്തൊരു സമയത്തൊക്കെ പോയി അദ്ദേഹത്തെ കണ്ടു പറഞ്ഞാലല്ലേ ഈ കഥയൊക്കെ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് കഥയായിട്ട് യാതൊരു ബന്ധമില്ല. അതെ, അല്ല, താങ്കളെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ അങ്ങനെ ഒരു
കൃത്യമായ ഒരു കഥ പറച്ചിൽ രീതിക്കല്ല നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ പോയത്. പ്ലീസ് ഞാനിക്കൊന്ന് പറയാൻ തരുമോ? ഞാൻ ഈ സിനിമ കഥ ഏത് കഥയാണോ എന്താണെന്നറിയത്തില്ല. ഇവര് കുറെ ദിവസമായിട്ട് മണിച്ചേട്ടനെ ബന്ധപ്പെടുന്നുണ്ട്, കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റില് ഇവര് വന്ന് അവിടെ ഹോൾട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ പോവാൻ നേരത്ത് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഈ മാനേരെ വിളിച്ചപ്പോൾ നേരത്തെ ഉച്ചതൊട്ടേ വിളിക്കുന്നുണ്ട്. അപ്പൊ വിളിച്ചു പറഞ്ഞു 9 മണിക്ക് ശേഷം അങ്ങോട്ടും എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ പോയതാണ്. പോകുന്ന വഴിക്ക് കാണാന്ന് പറഞ്ഞ